പൂജാ ബമ്പർ ഒന്നാം സമ്മാനം JD 545542 എന്ന നമ്പറിനാണ്. പാലക്കാടുള്ള ഏജൻസിക്കാണ് ഒന്നാം സമ്മാനത്തിനുള്ള ടിക്കറ്റ് വിറ്റത്. 12 കോടി രൂപയാണ് സമ്മാനാർഹന് ഒന്നാം സമ്മാനമായി ലഭ്യമാവുക. ഇന്ദുലേഖ ചേരുന്നുണ്ട്. ഇന്ദുലേഖ, അങ്ങനെ പൂജാ ബമ്പർ നറുക്കെടുപ്പ് നടക്കുമ്പോൾ സമ്മാനം JD സീരീസിലാണ് ഒന്നാം സമ്മാനം. 12 കോടിയുടെ ആ സമ്മാനം ലഭ്യമാവുക. മറ്റ് സമ്മാന തുകകൾ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങളും ഇപ്പം ഭാഗ്യശാലിയെ നമുക്ക് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പാലക്കാട്ടേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇന്ദുലേഖ? പറഞ്ഞതുപോലെ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പാലക്കാട് നിന്നുള്ള ഒരു ഭാഗ്യവാനാണ്. JD 545542 എന്ന ലോട്ടറി നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്ന ഭാഗ്യവാനെ ഇതുവരെ കണ്ടെത്താനായില്ല. ഉടനെ തന്നെ കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാലക്കാടുള്ള കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസിയിലെ S സുരേഷ് എന്ന ഏജന്റ് വിട്ടിട്ടുള്ള ലോട്ടറിക്കാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പാലക്കാട് പ്രതിനിധി ഉടനെ തന്നെ വിജയിയുമായി നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മാത്രമല്ല മറ്റു വിജയികൾക്കും ഇതോടൊപ്പം തന്നെ അനുമോദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. രണ്ടാം സമ്മാനമായിട്ട് ലഭിക്കുന്നത് ഓരോ കോടി രൂപ വീതമാണ്. ഓരോ കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ മൂന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ലഭിക്കുന്നത് 5 ലക്ഷം രൂപ വീതം 10 പേർക്കാണ്. ഇങ്ങനെ വലിയ ഒരു സമ്മാന തുക തന്നെയാണ് 1, 2, 3, 4 വിജയികൾക്ക് എല്ലാം തന്നെ ലഭിക്കുന്നത്. മാത്രമല്ല പാലക്കാട് നിന്നുള്ള ലോട്ടറി ഏജന്റ് അദ്ദേഹത്തിന്റെ ഏജൻസി നമ്പർ P2267 എന്ന് പറയുന്ന ഏജൻസി നമ്പറുള്ള S സുരേഷ് എന്ന വ്യക്തിയാണ് ഈ ലോട്ടറി വിറ്റിരിക്കുന്നത്. പ്രജീഷ്, എന്തായാലും ഇന്ദുലേഖ, അങ്ങനെ സമ്മാനം അടിച്ചിരിക്കുന്ന ആളെ അത്ര പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയണമെന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ അറിയാമല്ലോ, വലിയ സസ്പെൻസാണ് കേരളം ഈ ഒന്നാം സമ്മാനത്തിന്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ബമ്പർ സമ്മാനം എന്ന് പറയുമ്പോൾ വലിയ തുകയാണ്, കോടികളാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പെട്ടെന്ന് വരാറില്ല. ഇത്തവണ അങ്ങനെ ആയിരിക്കാം സാഹചര്യമല്ലേ, അങ്ങനെ ആയിരിക്കണം കാണേണ്ടത്. ചിലരൊക്കെ എന്തായാലും ഞാനാണ് ഒന്നാം സമ്മാന അർഹൻ, ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രതികരിക്കാറുമുണ്ട്. പറഞ്ഞത് ശരിയാണ് പ്രജീഷ്. കഴിഞ്ഞ തവണ വിജയിയെ കണ്ടെത്താൻ നമ്മൾ മാധ്യമങ്ങൾ കുറച്ചധികം പാടുപെട്ടു. അവസാനം നമ്മുടെ മുന്നിലേക്ക് തന്നെ എത്തുകയുണ്ടായി. പക്ഷേ ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കാൻ, നമുക്ക് കണ്ടെത്താനാകുമെന്ന് തന്നെ. അദ്ദേഹത്തിന് ആ സന്തോഷം മാധ്യമങ്ങളോടടക്കം പങ്കുവെക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സുഹൃത്തുക്കളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ തിരുവനന്തപുരം ബ്യൂറോയിലടക്കം എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിജയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. ചെറിയൊരു നിരാശയിൽ പലയിടങ്ങളിലായി ഇപ്പൊ ചാരിയിരിക്കുന്നുണ്ട് പലരും. കാരണം ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള വലിയ വലിയ പ്ലാനുകൾ വരെ ഇട്ട ആൾക്കാരുണ്ട് പ്രതീക്ഷ. അപ്പോൾ ഈ മോഹങ്ങളൊക്കെ നമുക്ക് അടുത്ത ഡേറ്റിലേക്ക് മാറ്റാം ഇന്ദുലേഖ. അതായത് ബമ്പർ സമ്മാനമാണ്, ബമ്പർ ഭാഗ്യ നറുക്കെടുപ്പാണ്. അപ്പോൾ ഒരു നറുക്കെടുപ്പ് ദിവസം അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് സമയത്തേക്ക് അടുത്ത ബമ്പർ പ്രഖ്യാപനവും കൂടി നടക്കാറുണ്ട്. ഇന്ന് അങ്ങനെ എന്തെങ്കിലും ധനമന്ത്രിയോ മറ്റോ പ്രഖ്യാപനം നടത്തിയോ? ഇല്ല, അത്തരത്തിൽ ഒരു വിധത്തിലുള്ള പ്രഖ്യാപനവും നടന്നിട്ടില്ല പ്രജീഷ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളൊന്നും തന്നെ ഈ പ്രഖ്യാപനത്തിൽ ഉണ്ടായില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും അപ്പോൾ ഒരു പ്രോട്ടോകോൾ പാലിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒന്നും നടന്നിട്ടില്ല. ശരിയാണ്, ഇന്ദുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റാണ്. എല്ലാവരും ടിക്കറ്റ് എടുത്ത ആളുകളൊക്കെ തന്നെ ഒരിക്കൽ കൂടി നോക്കുക, നമ്മുടെ നമ്പർ ഉണ്ടോ? ഒന്നാം സമ്മാനം എന്തായാലും JD 545542 എന്ന നമ്പറിലാണ്. അതിപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന പാലക്കാടുള്ള ഏജൻസിക്കാണ് ഈ ഒന്നാം സമ്മാനത്തിനുള്ള ടിക്കറ്റ് വിറ്റത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഏജൻസിയിൽ നിന്നും മറ്റ് ഏജൻസിക്കാർ വാങ്ങിക്കൊണ്ട് പോയിരിക്കാം. മറ്റാളുകളൊക്കെ പാലക്കാട് വരുന്ന ആളുകൾ, പാലക്കാട് കൂടുതലായിട്ട് സമ്മാന തുകയൊക്കെ അവിടെ ടച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗത്തൊക്കെ ഉള്ള ആളുകൾ ഈ പാലക്കാട് നിന്നും ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ സമ്മാനത്തിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ തന്നെ വാങ്ങിപ്പോയവരായിരിക്കാം. ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, അയൽ സംസ്ഥാനങ്ങളിൽ 2022 മുൻ വർഷങ്ങളിലൊക്കെ തന്നെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഒന്നാം സമ്മാനം പോയിട്ടുണ്ട്. അങ്ങനെ അയൽ സംസ്ഥാനങ്ങളിലാണോ ഈ ഒന്നാം സമ്മാനം പോയതെന്നൊക്കെ നമുക്ക് ഇനി വരും നിമിഷങ്ങളിൽ അറിയാം.